കോമ്പറ്റീഷന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജാണ് എലിമിനേഷൻ സ്റ്റേജ്. ടോപ്പ് സ്കോറർ ഓഫ് ഈ റൗണ്ട്സിന് ആണ് നമ്മളുടെ എല്ലാം എലിമിനേഷനിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, ഒരുപാട് സർപ്രൈസസ് നമ്മളെല്ലാവർക്കും വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഇവരുടെ മാർക്സ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത്. ഇഷക്കുട്ടി ഓരോരുത്തരെയും നോക്കുകയാണ്. ആ നോട്ടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് അത് എനിക്കൊന്നും പറയാനില്ല. പ്ലീസ്. സൂപ്പർ അമ്മയും മകളും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് സൂപ്പർ അമ്മയും മകളും. അപ്പോൾ എന്തായാലും കുറെ നാളിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. ഇത് അത്ര മനോഹരമായിട്ടൊരു ഘട്ടമല്ല, പക്ഷെ എങ്കിൽ കൂടി നമ്മുടെ കോമ്പറ്റീഷന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേജാണ് എലിമിനേഷൻ സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ ഈ എലിമിനേഷൻ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ എല്ലാം ഫേസ് ചെയ്യാൻ റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡിയല്ലേ? ഇന്ന് കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇവർ ഇത്രയും നാളും ഈ സ്റ്റേജിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആ ചടങ്ങിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സൂപ്പർ ജഡ്ജ് ശ്വേത മേനോൻ. ഹലോ. യെസ്. അപ്പൊ ശ്വേതാജി, നമ്മള് കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും ആ ഒരു ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ഈ എലിമിനേഷനെ കുറിച്ച് ശ്വേതാജിയുടെ ഒരു നിഗമനം വളരെ കൃത്യമായിട്ട് ആ പേപ്പറിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറെ മാർക്സ് എല്ലാം ഇവർക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇവർക്ക് ഇവരുടേതായ ഒരു ധാരണകളുണ്ട്. ആൻഡ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യം കുറച്ച് ലീനിയൻസി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത്. അതെ. പക്ഷെ നമ്മൾ പറയുന്നില്ലേ, റിയാലിറ്റി ഷോ ആണ്, മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ അതിൻ്റെതായ എന്താ പറയാ, നല്ല വശവും മോശവശവും ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം ഇവരെ വിളിക്കാല്ലേ? യെസ് പ്ലീസ്. ഓക്കെ, സോ ടോപ്പ് സ്കോറർ ഓഫ് ഈ ഒരു 4 റൗണ്ട്, 4 റൗണ്ട്, അതിൽ 2 ഹിഡൻ മാർക്സ്, ഒരു ഔട്ട്ഡോർ, ഒരു കുക്കിംഗ്, ബാറ്റിൽ, പിന്നെ എക്സ്പ്രഷൻ. എനിക്ക് തോന്നുന്നു 4 നല്ല സ്ട്രോങ് ആയ റൗണ്ട്സ് ആയിരുന്നു. അതിൽ ഏറ്റവും ടോപ്പ് സ്കോറർ ഓൺലി ബിക്കോസ് ബാറ്റിൽ മാർക്സ് വെച്ചിട്ട്. അപ്പോൾ ടോപ്പ് സ്കോറർ ഓഫ് സ്മിഷ. Thank you so much. സ്മിഷ ആൻഡ് മഹാലക്ഷ്മിന്റെ ഡാൻസ് ബാറ്റിൽ വെച്ചിട്ടാണ് മോളെ ടോപ്പ് സ്കോറർ ഓഫ് ഈ 2 റൗണ്ട്. പക്ഷെ ഈശേനെയും കൂടെ പറയായിരുന്നു. ആണോ? അയ്യോ പറയാം. എന്നെ അങ്ങ് തളർത്തി. പറയാട്ടാ, പറയാം. പക്ഷെ ടോപ്പ് സ്കോറർ നിങ്ങളാണ് കേട്ടോ. താങ്ക് യു. Thank you, ma'am. പ്ലീസ്. അപ്പോൾ സെക്കൻഡ് ബെസ്റ്റ് പെർഫോമർ എനി ഗെസ്സസ്? ക്ലൂ കിട്ടിയതിൽ നിന്ന് വിദ്യയാണെന്ന് തോന്നുന്നു. ക്ലൂ കിട്ടിയതിൽ നിന്ന് വിദ്യയാണെന്നാണ് തോന്നുന്നത്. ആണോ? വിദ്യ ആണോ? ദിവ്യശ്രീ ആണോ? വിദ്യ ആണോ? വേറെ ആരാ? സന്ധ്യ ഉണ്ടാവും എന്നാണ് നിത്യ പറയുന്നത്. ഓക്കെ. So Vidya, you're the second best performer. എവിടെ കുഞ്ഞെവിടെ? കൊച്ചെവിടെ? ഓടൂ, കെട്ടിപ്പിടിക്കൂ. ഇനിയാണ് ഒരു ഏറ്റവും വലിയ ഒരു ഷോക്കിംഗ് പൊസിഷൻ. തേർഡില് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. നമ്മുടെ ടോപ്പ് 3 എന്ന് പറയില്ലേ, ഫസ്റ്റ് ആണ് സ്മിഷ, സെക്കൻഡ് ആണ് വിദ്യ, തേർഡ് ഈസ് Congratulations, Sandhya.
തയ്യാറാണ് ശ്വേതാജി. അപ്പോ ഇനി ദിവ്യശ്രീ. ഓ ദിവ്യശ്രീ, സൂപ്പർ. അപ്പോ ദിവ്യശ്രീക്ക് ഈ വേദിയിൽ എന്നും ഒന്നാമതായിട്ട് എന്ത് പെർഫോമൻസ് ചെയ്യാൻ ഒന്നാമതായിട്ട് സാധിക്കുന്നു, അതുപോലെ ഒന്നാമതാവാൻ സാധിക്കട്ടെ. ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. യെസ്, ഓൾ ദ ബെസ്റ്റ്. ഒരാൾ കൂടിയും നമുക്ക് സേഫ് ആക്കാം അല്ലേ? ആ അല്ലേ? ആ ലിഷ്യ, ഓയ്. congratulations. സോ എന്തായാലും നമ്മുടെ 5 ആൾക്കാർ സേഫാണ്. സ്മിഷ, സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ത് പറയണം. കാരണം എൻ്റെ മോള് ഒരു ഭാഗത്തുനിന്ന് കരയുന്നു. ആ മോള് ഇങ്ങനെ നോക്കുകയാണ്. ആ കുട്ടികളൊക്കെ അറിയാം ഇതൊരു കോമ്പറ്റീഷനാണ്, എല്ലാം അറിയാം. പക്ഷെ ആ മോളുടെ നോട്ട് എന്നെ കൊണ്ടത് എനിക്കൊന്നും പറയാനില്ല. പ്ലീസ്. ഓക്കെ. നിത്യ, can I get a hug? Sure. Come. Sure, ma'am. Nitya and Jwala, your journey of Super അമ്മയും മകളും ഇവിടെ തീരാണ്. Thank you so much. God bless you. താങ്ക് യു എൻ്റെ ക്രൂ. എനിക്ക് ആർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരടുത്തും പിന്നെ നമ്മുടെ എഡിറ്റിംഗ്, എസ്പെഷ്യലി എഡിറ്റിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പിന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ക്രൂ, then each and everyone, director നമ്മുടെ അമൃത, രജനി, I'm not picking up the names but to everyone, thanks a lot. എന്തായാലും മാമിൻ്റെ അടുത്തും സ്വാസികയുടെ അടുത്തും ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. മാം എപ്പോഴും പറയുന്ന പോലെ ഒത്തിരി ഗ്രൂമിങ്, നമുക്ക് ആർട്ട് രംഗത്തുള്ള ഗ്രൂമിങ് അല്ല, ലൈഫിൻ്റെ മെൻ്റലി മോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഗ്രൂമിങ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മാമിൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഓരോ പോയിന്റ്സ് മാം അനലൈസ് ചെയ്യുന്ന രീതി, അതൊക്കെ എനിക്ക് ഒത്തിരി 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 വാല്യുബിൾ ആണ്. ഐ ഓൾവേസ് സേ, അത് സ്റ്റിൽ ഞാൻ അത് തന്നെ പറയുന്നു. സോ എന്തായാലും ഇവരുടെ ഈ ഒരു ജേർണിയിൽ ഇവർ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും നമ്മൾ ഇവർക്ക് ഒരു സ്നേഹ സമ്മാനം എന്തായാലും നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. യെസ്, അപ്പം താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. ജ്വാലക്കുട്ടി, ഇനി കൂടുതൽ ഡാൻസും പാട്ടും അഭിനയം ഒക്കെ ആയിട്ട് നമുക്ക് കാണണം. പഠിത്തം പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ആൻഡ് ഇതേപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിൽ എപ്പോഴും കൊണ്ടു നടക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. ചെറിയ മാർക്കിലാണ് സർപ്രൈസിങ് എലിമിനേഷൻ ഈ പ്രാവശ്യം ഉള്ളത്. ചെറിയ ആൻഡ് സർപ്രൈസിംഗ്ലി, ഷോക്കിംഗ്ലി, നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ നിലയിൽ എല്ലാം കണ്ടസ്റ്റൻസ് ഭയങ്കര സ്ട്രോങ് ആയ കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഏതാൾ പോയാലും ഭയങ്കര ഷോക്കിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നിങ്ങളുടെ 4 റൗണ്ട്സിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഐ ആം ഷീന ചേച്ചി ആൻഡ് ശൈത്യ, you're safe.
നമ്മൾ എന്തായാലും ഇവിടെ ഓക്കെ ഈ ഒരു ഷോന്ന് പോകുന്നുള്ളൂ. ഓൾറെഡി അല്ല, ഇതിലിപ്പോ ഈ ഷോയിലേക്ക് വരണ്ടേ? പിന്നെ സിനിമേന്റെ ഷൂട്ടിംഗ് ഉണ്ട്. പൃഥ്വിരാജ് വിളിക്കുമ്പോ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന ആളല്ലേ. പിന്നെ സീസൺ 2 നമുക്ക് വരും. പിന്നെ അത് മാത്രല്ല, ശൈത്യ ചേച്ചിക്ക് നോക്കൂ, ഒരു സിനിമയൊന്നുമില്ല അവിടെ, മോൾക്ക് സിനിമയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്താണ് ഗോഡ് നല്ലൊരു സിനിമ, നല്ലൊരു ആഡ്, നല്ലൊരു സ്റ്റേജ് ഒക്കെ വേറെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് തകർക്കണം. ഇഷക്കുട്ടി, ഇത് പോട്ടെ, ഇത് കുഴപ്പമില്ല, ഇത് സാരില്ല. മുജീബിക്ക ഒന്ന് വന്നൊന്ന് ആശ്വസിപ്പിച്ച ചിലപ്പോ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷക്കുട്ടി കരഞ്ഞ നമ്മുടെ അതേ അമ്മമാരും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കരയാണ്. എന്തായാലും ഇഷക്കുട്ടിയുടെ പെർഫോമൻസ് എല്ലാ എപ്പിസോഡിലും ഹൈലൈറ്റ് ആണ്. ഈ അമ്മയുടെ കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചാഞ്ചാട്ടം. പക്ഷെ ഇഷക്കുട്ടി ഓൾവേസ് ബെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രല്ല, നമ്മളുടെ ഓരോരോ എപ്പിസോഡില് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റാർട്ടിങ് ഓഫ് ദി എപ്പിസോഡിൽ വന്നിട്ട് സ്വാസിക്കേനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യുനോ അത്ര അല്ല ഈശക്കുട്ടി ചെയ്തിട്ടില്ലേ, നല്ല നല്ല ഡാൻസ് ചെയ്തിട്ടില്ലേ? അതാണ് ഇഷക്കുട്ടിക്ക് കുറെ ഫാൻസ് ഉണ്ട് പുറത്ത്. എല്ലാവരും ഈ ഡാൻസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പ്രോമിസ് ചെയ്യണം, ഞാൻ നല്ലൊരു ഡാൻസറായിട്ട്, നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു വലിയൊരു സിനിമ ഒരു നടിയായിട്ട് ഇതേ അമൃത ടിവിയിൽ ഗസ്റ്റ് ആയിട്ട് ഞാൻ വരും. പറയൂ. അത് പറഞ്ഞില്ലെങ്കിലും അത് ഒരിക്കൽ സംഭവിക്കാനുള്ളതാണ്. അത് നമ്മൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതൊരു നല്ല ഒരു എന്താ പറയുക എക്സിറ്റ് ആയിട്ട് മാത്രം കാണുക. പിന്നെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ട് സിഞ്ചു മുജീബിക്കൊക്കെ പറഞ്ഞാൽ മതി. ഇനി സിഞ്ചു പറയൂ, നമ്മുടെ പ്രേക്ഷകരോട് നന്ദിയാണോ, അത് എന്താ പറയാനുള്ളത്? എന്നെ ഇതിലോട്ട് എത്തിച്ചതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അമൃതയാണ്. പിന്നെ മോളോടുള്ള വിശ്വാസം കൊണ്ടാണോ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണെന്ന് അറിയില്ല, ഓഡീഷന് സെലക്ട് ചെയ്ത് ഓക്കെ ആണ് എന്ന് പറഞ്ഞത് സതീഷ് ഏട്ടനാണ്. അപ്പോൾ സതീഷ് ഏട്ടനോടും വലിയ താങ്ക്സ്. പിന്നെ ഇവിടെയുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും, പിന്നെ എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും ശ്വേതാജിയും സ്വാസി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും കണ്ടസ്റ്റൻസ്, അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. ഇച്ചുവിനോടൊരു സോറി, ഞാൻ കാരണമാണ് ഇന്ന് ഇതായി പോട്ടെ. അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾ തമാശ പറഞ്ഞ. മുജീബിക്ക ഹാപ്പി അല്ലേ? മുജീബിക്കയുടെ വൈഫിന്റെ ഹിഡൻ ടാലൻസ് ഒക്കെ ഇവിടെ ആക്ച്വലി പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുത്തത് ഞാനാണ്. അതെ അതെ, എനിക്കൊന്ന് ആ ഡ്രാമ സിനിമയിൽ ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതാണ് പുറത്തേക്ക് പോകാനുള്ള വഴിയായത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ മോൾ അടിപൊളിയായിട്ട് ചെയ്തു, സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് കണ്ടസ്റ്റന്റിൽ ഏറ്റവും നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടി എൻ്റെ മോളാണ്. എൻ്റെ മോളവിടെ ഡാൻസ് കളിച്ച് തോപ്പിക്കാൻ ഈ ഫ്ലോറിൽ ഇപ്പം ആരുമില്ല. എന്തായാലും ഈ ഫ്ലോറിൽ അത് ശരിയാണ്, ഈ ഫ്ലോറിൽ ആരുമില്ല, വലിയ ആൾക്കാരും ഇല്ല, ചെറിയ കുട്ടികളും ഇല്ല, ഒന്നുമില്ല. ആൻഡ് ഈശയുടെ ആ ഒരു എന്താ പറയാ സംസാരിക്കാനുള്ള കഴിവും എല്ലാം. അത് മാത്രല്ല, ഈശക്കുട്ടി ഈ ഫ്ലോറിൽ വന്നിട്ടാണ് ഇവിടുന്ന് സിനിമയും ആഡ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങിയ വേറെ വേറെ കുറെ സെറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും മുജീബിക്കയുടെയും സിനിമ എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. സോ ഈ ഒരു ഫാമിലിക്ക്, നമ്മുടെ ഈ ഒരു എൻറ്റയർ ഫാമിലിക്കാണ് നമ്മൾ ആ ഒരു മൊമെന്റോ സമ്മാനിക്കുന്നത്. നമുക്ക് എടുക്കാം അല്ലേ ശ്വേതാജി? എടുക്കാം. യെസ്. എൻ്റെ മോൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, അവൾക്ക് മമ്മൂട്ടിയെ നേരിട്ട് കാണണമെന്ന്. ഉറപ്പായിട്ട് ഞാൻ മമ്മൂക്കേനെ ഒരു മെസ്സേജ് ഇന്ന് തന്നെ അയക്കും. എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ പഠിച്ച ആ സമയം മുതൽ പുള്ളിക്കാരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് മമ്മൂക്ക. ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ പോയത് മമ്മൂക്ക അടുത്താണ്. എൻ്റെ ഏറ്റവും ആദ്യത്തെ നടൻ, എൻ്റെ ആദ്യത്തെ സിനിമ
കാല് വെപ്പ് എല്ലാം നടന്നത്. എൻ്റെ ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് മമ്മൂക്ക, എല്ലാം മമ്മൂക്ക. എനിക്ക് ഇനി ചിലപ്പോൾ വേറെ പറയാൻ ആദ്യത്തെ സംസ്ഥാന അവാർഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ചേച്ചി. ഞാൻ സിനിമ ഡയറക്ഷൻ ഞാൻ പഠിച്ചു. ഞാൻ ആരെയും അസിസ്റ്റൻ്റ് ആയിട്ടില്ല. ഞാനൊരു ഷൂട്ട് പോലും നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യണം. അത് മമ്മൂക്കായെ വെച്ച് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനത് എല്ലാവരോടും പറയുമ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ആദ്യം ആരുടെയെങ്കിലും അസിസ്റ്റ് ചെയ്യും, അല്ലാതെ മമ്മൂക്കാടുത്ത് ചെയ്താൽ മമ്മൂക്ക ഭയങ്കര പ്രശ്നമാണ്, മമ്മൂക്ക ചൂടാവും, ദേഷ്യപ്പെടും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഒത്തിരി വഴികൾ നോക്കി. ഞാൻ മമ്മൂക്കയുടെ പടം മമ്മൂക്കാടുത്ത് ഒരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ പറ്റില്ല, കാരണം പുള്ളി സറൗണ്ട് ചെയ്ത് നിൽക്കുന്നവരുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വേറൊരാൾ വഴി ഞാൻ മമ്മൂക്കാടുത്ത് പോയി. ഞാൻ മലയാളത്തിലെ 2 പ്രമുഖ നടന്മാരുടെ അടുത്ത് ഞാൻ പോയി സബ്ജക്റ്റ് പറയാൻ പോയി. 2 ടോപ്പ് നിൽക്കുന്നവരാണ്. പക്ഷേ ഇതിൽ ഞാൻ മറ്റേ ആളാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരാൾ മമ്മൂക്കായാണ്. മമ്മൂക്കായെ നമ്മൾ പുറത്ത് മനസ്സിലാക്കുന്ന ഒരു രീതിയിലുള്ള ആളേ അല്ല. പുള്ളിയെ കുറിച്ച് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഭയങ്കര ചൂടനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഞാൻ ചെന്ന് മമ്മൂക്കാടുത്ത് സംസാരിക്കണം, ഷൈലോക്കിൻ്റെ സെറ്റിൽ വെച്ചാണ് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു പടത്തിലും ആരുടെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി പുള്ളി എണീറ്റ് നിന്ന് എനിക്കൊരു ബഹുമാനം തന്ന, റെസ്പെക്റ്റ് തന്നാണ് എന്നോട് സംസാരിച്ചത്. അത് ആ വലിയ നടൻ്റെ ഒരു വലിയ മഹാമനസ്കതയാണ്. അതുപോലെ ഞാൻ മറ്റൊരു നടനെ കാണാൻ പോയി. അദ്ദേഹം വളരെ പുറത്ത്, ഞാനത് പറയുന്നില്ല, ആരാണെന്ന് പറയുന്നില്ല, പുറത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കര ഇമേജാണ്. പക്ഷേ അദ്ദേഹം വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അപ്പോൾ ഈ 2 നടന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വലിയ നടനാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക ചെയ്ത കണക്കത്തുള്ള ക്യാരക്ടേഴ്സ് വേറെ ആരും ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ വളരെ സിമ്പിളാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ആ പ്രോജക്റ്റ് നടന്നില്ല, മമ്മൂക്ക സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ നടന്നില്ല, പല കാരണങ്ങളോട് നടക്കാതെ പോയി. പക്ഷേ അദ്ദേഹം എന്നോട് വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എൻ്റെ മോള് മമ്മൂക്കയുടെ വലിയൊരു ഫാനാണ്. സൂപ്പർ അമ്മയും മകളും. 2ാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. 3ാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ് ടോപ്പ് 6. കൺഗ്രാറ്റുലേഷൻസ്. വെൽക്കം ടു സൂപ്പർ അമ്മയും മകളുടെ വീണ്ടും അടുത്ത ബാറ്റിലിലേക്ക് റെഡി ആയിക്കോളൂ. യെസ്. അപ്പൊ ശ്വേതാജീനി നമ്മുടെ പോക്കറ്റ് മണിയുടെ കാര്യങ്ങൾ. പോക്കറ്റ് മണി അഗൈൻ ഇതിന്റെ തീരുമാനം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എല്ലാം ആലോചിച്ച് അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ ആദ്യത്തെ മീൻസ് 3rd പോക്കറ്റ് മണി പോണത് ദിവ്യശ്രീ. എങ്ങനെയുണ്ടായിരുന്നു ഈ സർപ്രൈസ്? തീരെ പ്രതീക്ഷിച്ചില്ല. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് നമ്മളുടെ സന്ധ്യ ആൻഡ് വൈഗ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനിയാണ് നമ്മുടെ പോക്കറ്റ് മണി. ഏറ്റവും കൂടുതൽ സ്നേഹ സമ്മാനം ആർക്കാണ്? സ്നേഹസമ്മാനം ഈ പ്രാവശ്യം കുറച്ച് സ്പെഷ്യൽ അല്ലാണ്ട് എനിക്ക് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു ടീമാണ് ഷീന ചേച്ചിയും ശൈത്യവും. ഈ സ്കെഡ്യൂളിലെ സൂപ്പർ അമ്മയും മകളുമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഷീന ആൻഡ് ശൈത്യ. ഓക്കെ, എന്ത് പറ്റി ഷീന ചേച്ചി? 2 പേര്, ഞങ്ങൾ 8 പേരായിരുന്നു ഇപ്പം. പക്ഷെ ഒരു എന്താ പറയുക, ഒരു വീട്ടിലത്തെ എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ ഞാൻ എല്ലാവരെയും കാണുന്നത്. അപ്പോൾ അവർ 2 പേരും പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. നമ്മൾ കുടുംബത്തിന്ന് പുറത്താക്കിയിട്ടില്ല അവരെ. എന്ത് ചെയ്യും? നമ്മുടെ ഈ റിയാലിറ്റി ഷോയുടെ ഫോർമാറ്റ് ആയി പോയി. ചെയ്യും. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം പെർഫോമൻസ്, എല്ലാവരും സ്വഭാവം അടിപൊളി. ഏറ്റവും മോശമായിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ആൾക്കാരിൽ നിന്ന് അങ്ങ് മാറ്റി തന്നെ. അല്ല, എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും താങ്ക്സ്. സൂപ്പർ. അപ്പൊ താങ്ക് യു. അടുത്ത പെർഫോമൻസിൽ കാണാം. യെസ്.
അപ്പൊ ശ്വേതാജി ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ടെന്ന് എന്നോട് അത് ഒരു നമ്മളെല്ലാവരെയും എനിക്ക് തോന്നുന്നു, ഞാൻ സ്വാസുനോട് ചോദിക്കാതെ പറയാണ്, സ്വാസു ഉൾപ്പെടെ നമ്മുടെ അമ്മമാർ എല്ലാവരെയും ഒരു സ്നേഹ സമ്മാനം. എനിക്ക് തോന്നുന്നു എല്ലാവരും അതിന് എഗ്രി ചെയ്യും. ഓക്കെ, വിളിക്കാം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹ സമ്മാനം. അതെ. സ്മിഷ, മഹാലക്ഷ്മി, ബാഡമുത്തേ. സോ നമ്മുടെ എൻറ്റയർ ടീമിന്റെ ഒരു സ്നേഹ സമ്മാനമാണ് സ്മിഷ ചേച്ചിക്ക് കിട്ടുന്നത്. എന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, സ്നേഹം മാത്രം അല്ലേ? അതാണ്, ഇതൊരു സ്നേഹ സമ്മാനമാണ്. അതിന് വേറെ പ്രത്യേകിച്ച് റീസൺസ് എക്സ്ട്രാ ഒന്നും പറയാനൊന്നുമില്ല. സ്നേഹ സമ്മാനം മാത്രമായിട്ട് കരുതുക. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്തതിൽ കാണാം. താങ്ക് യു. അപ്പൊ നമുക്ക് ഈ 6 പേരെ വെച്ചിട്ടുള്ള ഇനിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരിക്കൽ കൂടി ഞങ്ങൾ 2 പേരും എൻറ്റയർ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ടീം നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അമ്മമാരെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ തിരിച്ചു വരും. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും.